ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. വെൽക്കം ടു സൂര്യാസ് വ്ളോഗ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെറുതായിട്ടൊരു യാത്ര നടത്തിയതിൻ്റെ ഒരു വ്ളോഗാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഷാർജയിലെ അൽനൂർ ഐലൻഡിലേക്കുള്ള ഒരു യാത്രയാണ്. മെയിനായിട്ട് അൽനൂർ ഐലൻഡിൽ അവിടെ ഞാൻ കാണുന്നത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് അതിനകത്തെ കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മുടെ പറമ്പിനകത്ത് നിന്ന് നോക്കുന്ന പോലൊരു ഫീലില്ലേ നിങ്ങൾക്ക്? നോക്കിയേ, നല്ല പച്ചപ്പും മരങ്ങളും ഒക്കെ ആയിട്ട്. യു എയിൽ ഇതെവിടെയും അധികം കാണാൻ സാധിക്കാത്തൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ കളിക്കുന്നൊരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഒരു ഫീല് കിട്ടുന്നില്ലേ? എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് ഒരു നിമിഷം പോയി കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അൽനൂർ ഐലൻഡിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. അവിടെ ഒരു ചെറിയൊരു തടിയുടെ ഒരു പാലം കണക്കുണ്ട്. അതിനകത്ത് നമ്മുടെ നാട്ടിൽ വയലിലൊക്കെ നിൽക്കുന്ന പുല്ലുകളാണ് കാണുന്നത്. അത് സിനിമാക്കാർ അതിനെ കമൽ പുല്ലെന്നാണ് പറയുന്നത്. കാരണം പിന്നെ നമ്മൾ വരുന്നത് ഇത് ബട്ടർഫ്ലൈ ഗാർഡനകത്താണ്. ഇത് പ്യൂപ്പയാണ്. ഈ പ്യൂപ്പ കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ ഫിലിപ്പീൻസിൽ നിന്നും സ്വീഡനിൽ നിന്നുമാണ് ഈ പ്യൂപ്പ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്യൂപ്പ കൊണ്ടുവന്ന് ഇവിടെ പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് വച്ചിട്ട് ഇവർ വിരിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വിരിയിപ്പിക്കുന്നതിൻ്റെ അത് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാ ഒരെണ്ണം ഇങ്ങനെ ചെറുതായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്, കണ്ടോ? അതിങ്ങനെ വിരിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് പൂർണ്ണ വളർച്ചയെത്തും. ഞാനത് വേറൊരെണ്ണത്തിനെ കൂടെ ഞാൻ കാണിച്ചു തരാം. അത് വിരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് അത് കുറച്ച് വലുതായിട്ടേ ഉള്ളൂ. ഒരാൾ വലുതായിട്ടുണ്ട്, പക്ഷേ പറക്കാൻ പറ്റില്ല ആൾക്ക്, കാരണം വെറ്റായിട്ടിരിക്കുക. അത് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ആൾ പറക്കൂ. ഇതിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. നമ്മൾ ആ 1ാം ക്ലാസ്സിലെ പാഠത്തിൽ ആ പാട്ട് ഓർമ്മ വരും. ഇത് അതിനകമാണ്. ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. അവരിതേപോലെ പ്യൂപ്പ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വിരിച്ചിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നതാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് കാണുന്ന അതേപോലെ ഒരു ഇതാണ്. ഇവിടുത്തെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവർ ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. കാരണം ഇവിടുത്തെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അതനുസരിച്ച് അവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനുള്ള തീറ്റകൾ ഇവരിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് അതിനകമാണ്. അതിനകം ഒരു ഗാർഡൻ കണക്ക് അവർ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെയാണ്. ഇത് നമുക്ക് തൊടുന്നതിനും എടുക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരെണ്ണത്തിനെ പിടിക്കുക. പിടിച്ചു, ഞാനത് എടുത്തു. എൻ്റെ കയ്യിലുള്ളത്. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ തന്നെ വയ്ക്കുന്നു. ചിലപ്പോൾ അത് പറന്നു പോകും. അതുപോലെ അടുത്തതിനെ ജസ്റ്റ് ഞാൻ പിടിക്കുന്നു, അവിടെ തന്നെ വയ്ക്കുന്നു, അവിടെ ഇരിക്കും. അടുത്തതിനെ പിടിക്കാം, ഉപദ്രവിക്കരുതെന്നേ ഉള്ളൂ. ഒരാൾ വന്ന് എൻ്റെ കയ്യിലിരിക്കുക. ഞാൻ കൈ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഒരാൾ വന്ന് ഇങ്ങനെ കയ്യിലോട്ട് കയറിയിരിക്കുക. പോയത് ഒരു വലിയ ആളെൻ്റെ കയ്യിൽ വന്നിരിക്കുന്നുണ്ട്. പേടിയൊന്നുമില്ല, പറന്നുപോയി. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പറമ്പിൽ കാണുന്ന പോലെ കൂൾ സീനിലായിരിക്കുന്നത്. കണ്ടോ, ഒരു ശല്യവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ ഫുഡ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പൈനാപ്പിൾ, ഓറഞ്ചൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. നാച്ചുറലായിട്ട് വന്ന് കഴിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ നമ്മുടെ പറമ്പിൽ എങ്ങനെയാണോ ബട്ടർഫ്ലൈസ് പറന്ന് നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും. അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫുഡിൻ്റെത് മാത്രം അവർ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പ്യൂപ്പയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അത് അവർ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വളരെ റെയറായിട്ട് കാണുന്ന ഒരു പിക്ചറാണ്, വീഡിയോസാണ്. ഇത് ബട്ടർഫ്ലൈസ് മേറ്റിംഗ് ചെയ്യുകയാണ്. ഇതാണോ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പുറത്തൊരു വിരുദ്ധൻ ഇരിപ്പുണ്ട് കേട്ടോ. അവനിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അൽനൂർ ഐലൻഡിലേക്കുള്ള ഒരു എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ എന്ന് പറയുന്നത് 35 ദിർഹമാണ്, പ്ലസ് 15 ദിർഹം ഫോർ ബട്ടർഫ്ലൈ ഗാർഡൻ.
ഞാൻ ഈ ഒരു ട്രാവൽ വ്ളോഗ് ഞാൻ ഒരു തമാശയ്ക്കായിട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പുതിയ ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ദെൻ ഓക്കെ, സീ യു, ബൈ.